സോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫോർടെക്സ് എഡ്യൂക്കേഷൻ. സോ മക്കളെ, നമ്മളെ KCET എക്സാമിനകത്ത് ഹൈ വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് അല്ലേ. ഇപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റർ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ കുറേ ടൈം എടുക്കും അല്ലേ. അപ്പോൾ എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്. അത്തരം ഒരു ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നോക്കിക്കടാ, രണ്ട് റെസിസ്റ്ററുകൾ ഉണ്ട് നമ്മുടെ സർക്യൂട്ടിനകത്ത്, രണ്ട് റെസിസ്റ്ററുകൾ ഉണ്ട്. ഇത് രണ്ടും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. നോക്കിക്കടോ, ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6 ഓം ആണെന്ന് എഴുതുക. അതേപോലെ ഈ റെസിസ്റ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2R ഓം ആണെന്ന് എഴുതുക. എന്ന് വെച്ചാൽ താഴെ കിടക്കുന്ന റെസിസ്റ്ററിന്റെ നേരെ ഡബിൾ ആണ് മുകളിൽ കിടക്കുന്ന റെസിസ്റ്റർ എങ്കിൽ നോർമലി നമ്മൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കുക, 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 എന്നുള്ള ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുക. കാരണം ഇത് പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് അല്ലേ. ബട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ടൈം പോകും അല്ലേ. നമുക്ക് വിത്തിൻ സെക്കൻഡ് ഓൺ ആൻസർക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു ട്രിക്ക് യൂസ് ചെയ്യണം. ശ്രദ്ധിച്ചോ, എങ്ങനെയാണ് ഈ സർക്യൂട്ടിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ വലിയ റെസിസ്റ്റൻസ് എടുക്കുക. അതായത് ഇതിൽ വലിയ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2R ആണ്. അതിനെന്ത് ചെയ്യടാ, by3 ചെയ്യുക. എന്ത് ചെയ്യുക, by3 ചെയ്യുക. അതായത് ഒരു റെസിസ്റ്റൻസിന്റെ നേരെ ഡബിൾ റെസിസ്റ്റൻസ് ആണ് മുകളിൽ കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിലുള്ള വലിയ റെസിസ്റ്റൻസ് എടുത്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് ഈ സർക്യൂട്ടിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സാമ്പിളിലൂടെ അത് നോക്കി നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോ, ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അത് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ എടാ, ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ, ഇവിടെ 2 ഓം എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ 4 ഓം എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഉണ്ട്. നോക്ക്, 2 ഓമിന്റെ ഡബിൾ അല്ലടാ 4 ഓം എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിൽ വലുതേതാ, 4 അല്ലേ. അപ്പൊ 4/3 ആയിരിക്കും. എന്തായിരിക്കും, 4/3. നോക്കിയാ, നമ്മൾ 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുക്കുന്നതിനേക്കാൾ വളരെ സിമ്പിൾ ആയിട്ട് വിത്തിൻ സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഡബിൾ റെസിസ്റ്റൻസ് ഏതാണോ അതിനെന്ത് ചെയ്യുക, 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി വലിയ വലിയ കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടുകൾ നമ്മുടെ എക്സാമിനകത്ത് തരുമ്പോഴും നമുക്ക് ഈ ട്രിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റും. അങ്ങനെ കാണിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. നോക്കിയടാ, ഇവിടെ A എന്ന് പറയുന്ന പോയിന്റിന്റെയും B എന്ന് പറയുന്ന പോയിന്റിന്റെയും ഇടക്കുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യണം, നമുക്ക് കണ്ടുപിടിക്കണം. നോക്കൂ, ഇവിടെ ഈ 2 ഓം റെസിസ്റ്റൻസും ഈ 2 ഓം റെസിസ്റ്റൻസും ഈ 2 ഓം റെസിസ്റ്റൻസും സീരീസ് കണക്ഷൻ ആണ് അല്ലേ. സീരീസ് കണക്ഷൻ ആകുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പൊ 2 + 2 + 2, അപ്പൊ മൊത്തം അവിടെ എത്ര വരും, 6 ഓം റെസിസ്റ്റൻസ് വരും. എന്ന് വെച്ചാൽ ഇവിടെ മൊത്തം വരുന്നത് 6 ഓം റെസിസ്റ്റൻസ് ആണ്. മൊത്തം വരുന്ന എത്രയാണ്, 6 ഓം റെസിസ്റ്റൻസ്. നോക്കിയടാ, 3ന്റെ ഡബിൾ അല്ലേ 6 അല്ലേ. ഓക്കെയാ, 3 ഓം റെസിസ്റ്റൻസിന് പാരലൽ ആയിട്ട് അതിന്റെ ഡബിൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നു. അതായത് 3ക്ക് ഡബിൾ ആണ് 6 അല്ലേ. ആ 3ഉം 6ഉം എന്ത് കണക്ഷൻ ആണ്, പാരലൽ കണക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ട്രിക്ക് യൂസ് ചെയ്യാം. ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി, വലിയ റെസിസ്റ്റൻസ് എടുത്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പൊ 6/3 = 2 ഓം എന്നാണ് വരിക അല്ലേ. എന്ന് വെച്ചാൽ ഈ 3 ഓമിന്റെയും ഈ 6 ഓമിന്റെയും എഫക്റ്റീവ് റെസിസ്റ്റൻസ് 2 ഓം ആണെന്ന് മനസ്സിലായി. ആ 2 ഓമും ഈ 2 ഓമും കൂടെ എന്ത് കണക്ഷൻ ആണ്, സീരീസ് കണക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 ഓം ആയിരിക്കും. ക്ലിയർ ആയോ? നോക്കിയാ, നമുക്ക് ശരിക്കും ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ പെന്നിന്റെ ആവശ്യം കൂടെ അല്ല, നമുക്ക് എന്തറിയാമെന്നുണ്ടെങ്കിൽ ട്രിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ട്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേറെ ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. ഇതാ, ഇവിടെ ഒരു 3 ഓം റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്, ഒരു 3 ഓം റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ ദാ ഒരു 2 ഓമും ഒരു 4 ഓമും കൂടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 ഓമിന്റെയും ഈ 4 ഓമിന്റെയും എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് 6 ഓം എന്ന് പറയുന്നത് അല്ലേ. കാരണം ഈ 2ഉം 4ഉം എന്ത് കണക്ഷൻ ആണ്, സീരീസ് കണക്ഷൻ ആണ്. അപ്പൊ 2 + 4 = എന്ത് വരും, 6 വരും. നോക്കിയാ, 3 ഓമിന്റെ ഡബിൾ അല്ലേ 6 ഓം. ഡബിൾ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വലിയ റെസിസ്റ്റൻസ് എടുത്തിട്ട് 3 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ വലുത് 6 ആണ്. 6/3 = എന്ത് വന്ന്, 2 എന്ന് വന്ന്. എന്ന് വെച്ചാൽ ഈ മൊത്തം ബ്രാഞ്ചിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, മൊത്തം ബ്രാഞ്ചിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ഓം ആണ് അല്ലേ. എടാ, ആ 2 ഓമും ഈ 4ഉം കൂടെ എന്ത് കണക്ഷൻ ആണ്, സീരീസ് കണക്ഷൻ ആണ്. അപ്പൊ 4 + 2 = 6 ഓം എന്ന് വരും അല്ലേ. 4 + 2 = എന്ത് വരും, 6 ഓം എന്ന് വരും. എടാ, ആ 6 ഓമും ഈ 3 ഓമും എന്ത് കണക്ഷൻ ആണ്,
പാരലൽ കണക്ഷനാണ്. നോക്കിയാ ഇവിടെ 6 ഓം ആണ് എഫക്റ്റീവ് വരിക, ഇവിടെ 3 ഓം ആണുള്ളത്. അപ്പൊ 3ന്റെ ഡബിൾ ആണ് 6. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വലുതെടുത്തിട്ട് ബൈ 3 ചെയ്യണം. അപ്പൊ 6/3 ഈക്വൽ ടു എന്ത് വരും, 2 വരും. ആ 2 ഓമും ഈ 2 ഓമും കൂടെ എന്ത് കണക്ഷൻ ആയിരിക്കും, സീരീസ് കണക്ഷൻ ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും, അപ്പൊ നമ്മൾ ആൻസർ 2 + 2 = 4 ഓം എന്ന് വരും. നോക്കിയാൽ ഞാൻ ഒരു ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്തിട്ടില്ല, ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഫൈനൽ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ പെൻ യൂസ് ചെയ്തത് അല്ലേ. അപ്പൊ നമുക്ക് ട്രിക്ക് അറിയാന്നുണ്ടെങ്കിൽ എത്ര കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട് തന്നു കഴിഞ്ഞാലും എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കിയടാ. ഇവിടെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ട്രിക്ക് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ കുറെ ടൈം എടുത്തിട്ടേ നമുക്ക് ഈ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. നോക്കിക്കോടാ, ഇവിടെ നോക്കിയടാ, ഒരു 6 ഓം റെസിസ്റ്റൻസ് ഉണ്ട്, ഒരു 12 ഓം റെസിസ്റ്റൻസ് ഉണ്ട്. എടാ 6ന്റെ ഡബിൾ ആണ് 12. ഡബിൾ വന്നാൽ എന്ത് ചെയ്യണം, വലിയ റെസിസ്റ്റൻസ് എടുത്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നോക്കുക, 12/3 ആണ് ഇതിന്റെ എഫക്റ്റീവ് വരിക അല്ലെ. ഈ രണ്ട് റെസിസ്റ്ററുകളുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വരിക 12/3 എന്ന് വെച്ചാൽ 4 ആണ് വരിക അല്ലെ. ആ 4ഉം ഈ 6ഉം കൂടെ എന്ത് കണക്ഷൻ ആയിരിക്കും, സീരീസ് കണക്ഷൻ ആയിരിക്കും. അപ്പൊ 6 + 4 = എന്ത് വരും, 10 വരും അല്ലെ. അപ്പൊ ഇതിന്റെ മൊത്തം എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് വന്ന്, 10 വന്ന്. ആ 10ഉം ഈ 10ഉം കൂടെ എന്ത് കണക്ഷനാ, പാരലൽ കണക്ഷൻ ആണ് അല്ലെ. ഒരേപോലെ രണ്ട് റെസിസ്റ്ററുകൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നോക്കുക, ഇവിടെ ഒരു 10 ഓം റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ മൊത്തം നമുക്ക് കിട്ടിയത് 10 ആണ്. അപ്പോൾ ഒരേപോലെ രണ്ട് റെസിസ്റ്ററുകൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ രണ്ട് റെസിസ്റ്ററുകളാണുള്ളത് അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്താൽ മതി, 10/2 ചെയ്താൽ മതി, 10/2. അപ്പൊ ഇതിന്റെ മൊത്തം എഫക്റ്റീവ് റെസിസ്റ്റൻസ് എനിക്ക് കിട്ടിയത് എത്രയോ, മൊത്തം കിട്ടിയത് എനിക്ക് 5 ഓം ആണ് അല്ലേ. ആ 5 ഓമും ഈ 7 ഓമും എന്ത് കണക്ഷൻ ആണ്, സീരീസ് കണക്ഷൻ ആണ്. അപ്പൊ 5 + 7 = 12 എന്ന ആൻസർ വരും അല്ലേ. അപ്പൊ നോക്കിയാ, ഈ മുകളിലുള്ള മുഴുവൻ ബ്രാഞ്ചിന്റെയും, ഇതിന് മുകളിലുള്ള മുഴുവൻ ബ്രാഞ്ചിന്റെയും എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര കിട്ടിയത്, 12 ഓം കിട്ടി. എടാ നോക്ക്, 6ന്റെ ഡബിൾ ആണ് 12, 6ന്റെ ഡബിൾ ആണ് 12 അല്ലേ. ഡബിൾ വന്നാൽ ഞാൻ എന്ത് ചെയ്യേണ്ടത്, /3 ചെയ്താൽ മതി. അപ്പൊ 12/3 = 4. 12/3 എത്ര വന്ന്, 4 വന്ന്. ആ 4ഉം ഈ 2ഉം കൂടെ എന്ത് കണക്ഷൻ ആയിരിക്കും, സീരീസ് കണക്ഷൻ ആയിരിക്കും. അപ്പൊ 4 + 2 = 6 ഓം എന്നാണ് നമ്മുടെ ആൻസർ വരിക. അപ്പോ നമുക്ക് ട്രിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എത്ര കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടുകൾ തന്നു കഴിഞ്ഞാലും അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ട്രിക്ക് ഇത്രയേ ഉള്ളൂ. ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതിന്റെ ഡബിൾ ആയിട്ട് വേറെ റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിലുള്ള ഡബിൾ റെസിസ്റ്റൻസിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.